യെസ്, വെറും 740 വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നൊരു സമ്മർ ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ളൊരു മാർക്കറ്റ് ഡിസൈനാണ് നമ്മൾ കാണാൻ പോവുക. അതും ഹെവി ആയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് എല്ലാം ടൈ ചെയ്തുകൊണ്ട്. കളർ ഷെയ്ഡ്സ് നോക്കിക്കൊള്ളുക. ഞാൻ ഇട്ടേക്കുന്ന ഒരു റാണി കളർ ഷെയ്ഡ് ഉണ്ട്, അടുത്ത യെല്ലോ വരുന്നുണ്ട്, റെഡ്, പിന്നെ ആ ഒരു ടോക്യൂസ് ബ്ലൂ ഷെയ്ഡ്. എല്ലാം ഭയങ്കര ഇടിവെട്ടായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ഇടിവെട്ട് എന്ന് പറഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്. റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ, റയോൺ നിങ്ങൾക്ക് അറിയാം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് കളറൊക്കെ പോകും, കോട്ടൺ പോലെ തന്നെയാണ്. സോ ഇതും ഭയങ്കര ഹെവി ആയിട്ട് കളേഴ്സ് വെച്ച് ഡൈ ചെയ്തേക്കുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഈ ഒരു ഡാർക്ക് റാണി പിങ്ക് കളർ ഷെയ്ഡിൽ ഇതുപോലൊരു ബ്ലോക്ക് പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തേക്കുക. എന്നിട്ട് അതിന് മേലെ റിയൽ മിറേഴ്സ് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തേക്കുന്നുണ്ടല്ലേ, ഫുള്ളി റിയൽ മിറേഴ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്ന. ഒരു റയോൺ ആണ് ഫാബ്രിക്, സമ്മർ ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്. യോക്ക് പോർഷൻ വരുമ്പോഴും ബ്ലോക്ക് പ്രിന്റിന് മേലെ ഫുള്ളി മിറേഴ്സ്, റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നു. സ്ലീവ്സിലും ആ ഒരു ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. ദുപ്പട്ടയിൽ ഫുള്ളി ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് കൊടുത്തേക്കുന്ന ദുപ്പട്ടയാണ് വിത്തൗട്ട് മിറേഴ്സ്. കളർ ഈ ഒരു നല്ലൊരു റെഡ് ആണ് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നേക്കുന്നത്. ഫുള്ളി ബ്ലോക്ക് പ്രിന്റ് വിത്ത് റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നു. ബാക്ക് പാനൽ വരുമ്പം ഇതുപോലെ ഇത് ജസ്റ്റ് ഉണ്ട്, കറക്റ്റ് ആയിട്ടെല്ലാം മടക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് താഴെ മുകൾവശവും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ വരും. ബാക്ക് പാനൽ വന്നിട്ടും ബ്ലോക്ക് പ്രിന്റ് വിത്ത് ഒരു ഡയമണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ലീവ്സിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. റെഡ് കളർ ഷെയ്ഡിൽ വൈറ്റ് ടോണിലാണ് ബ്ലോക്ക് പ്രിന്റ് വന്നേക്കുക. ആൻഡ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുക. വെറും 740. അത്യാവശ്യം ഈ മിറേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് മ്യൂസിയം. റയോൺ ആണ്, കംഫർട്ടബിൾ ആണ്, ബട്ട് കളർ ഗാർഡ് യൂസ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടിട്ട് വാഷ് ചെയ്യണം. ഭയങ്കര കളേഴ്സിലാണ് ഇതെല്ലാം ഡൈ ചെയ്തേക്കുന്നുണ്ട്. ഫസ്റ്റ് വാഷിൽ ഒത്തിരി ആയിട്ടുള്ള എക്സസ് കളേഴ്സ് പോകും ഇങ്ങനത്തെ ഫാബ്രിക്കുകളിലെല്ലാം. അതുകൊണ്ടാണ് പറഞ്ഞത് കളർ ഗാർഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊത്തം ഇങ്ങനെ വൈറ്റ് ആയിട്ട് വരില്ല, ബട്ട് എക്സസ് കളേഴ്സ് പോകും ഫസ്റ്റ് വാഷ് ചെയ്യുമ്പം. ഇതാണ് ഓവറോൾ ലുക്ക്. കളർ കണ്ടില്ല, എല്ലാം കളർഫുൾ ഷെയ്ഡ്സ് ആണ്. വളരെ മിനിമൽ ആയിട്ടുള്ള റേഞ്ചേ വരുന്നുള്ളൂ. റയോൺ ആണ് എല്ലാം. ടോപ്പ് ദുപ്പട്ട റയോൺ ഫാബ്രിക് വിത്ത് കോട്ടൺ ഫാബ്രിക്കൽ ബോട്ടം. നല്ലൊരു ഡാർക്ക് യെല്ലോ കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുക. ബ്ലോക്ക് പ്രിന്റ് എല്ലാം വൈറ്റും, ഫ്രണ്ടിലും ബാക്കിലും ഫുള്ളി ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേൺ. ഫ്രണ്ടിൽ അഡീഷണലി മിറേഴ്സും കൂടെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് വീഡിയോയിൽ സ്കൈ ബ്ലൂ കളർ ഷെയ്ഡാണ് വരുന്നത്. ആക്ച്വലി ഇതൊരു ടോക്യൂസ് ബ്ലൂ ആണ്. നമ്മൾ ജോർജറ്റിലെല്ലാം ആ ഒരു കൺഫ്യൂഷ്യസ് കളർ ഉണ്ടല്ലോ, അതാണ്. അത് ബ്ലൂ ഗ്രീൻ ബ്ലണ്ട് ആണ്, ബട്ട് ഇതിൽ ബ്ലൂ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. ടോക്യൂസ് ബ്ലൂ ഷെയ്ഡ്, റയോൺ ഫാബ്രിക്, വർക്ക് സെയിം. ഇത്രയും കളർ ഷെയ്ഡ്സ്, ലിമിറ്റഡ് ഷെയ്ഡ്സ് ആണ് ഈ ഒരു മിനിമൽ റേഞ്ച് ഡിസൈനിൽ വന്നേക്കുന്നത്. വെറും 740 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അപ്പം ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എല്ലായിടത്തും എപ്പോഴും പറയുന്നുണ്ട്. കോട്ടനും ഒക്കെ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഫാബ്രിക്കും റയോൺ ഫാബ്രിക്കും യൂസ് ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒരു വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.